ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വേറെ ഒന്നുമല്ല, ഞാൻ വെച്ച് രാവിലെ അതിനൊരു വ്ളോഗ് എടുക്കാം. നമ്മുടെ രാവിലത്തെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടേ. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. രാവിലെ കണ്ട അമ്മമാരുടെ മിറ്റം തൂപ്പും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. മിറ്റമൊക്കെ തൂത്ത് വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് അവർ. കണ്ട എല്ലാവരും അപ്പുറത്താണ് കേട്ടോ. അപ്പുറത്തിരിപ്പുണ്ട്. അമ്മമാരൊക്കെ കുളിക്കുകയും തുണി കഴുകലും മിറ്റം തൂക്കുകയും ഒക്കെയാണ്. അപ്പം അവരെല്ലാം അവിടെ ഉണ്ട്. തമ്പുരുവിൻ്റെ കൂടെ കളിക്കാൻ വന്ന് നിൽക്കുക പൊന്നു. പക്ഷെ അവള് പോകത്തില്ല. തന്നെ ചെല്ല്, പൊന്നു വിളിക്കുന്നുണ്ടോ ഇങ്ങനെ കളിക്കാൻ? ആ കളിക്കുവാ മോനെ, മോൻ്റെ കൂടെ കളിക്കുവാടി. ആ എൻ്റെ കൈ പിടി. ആ തമ്പുരുവേ, പൊന്നു പാവല്ലേ തമ്പുരു. അതുകൊണ്ടാ പൊന്നു നിൽക്കുന്നത്. അവിടെ കുരുത്തക്കേട് കാണിക്കുന്നുണ്ടോ? നട്ട് വെക്കുന്ന ചെടിയെല്ലാം പിഴുതിടും. ഇതാണ് ഞങ്ങളുടെ പൊന്നുവിൻ്റെ മെയിൻ ഹോബി. പൊന്നാ കളിപ്പൊന്നു കണ്ടോ? പൊന്ന പൊന്ന തമ്പുരുവിന് ആകെ പേടിയുണ്ടെന്ന് പറയാൻ പൊന്നൂനേ ഉള്ളു. ബാബുവിനെ വിളി പൊന്നെ. രണ്ടും കുരുത്തക്കേടാ. ദേ പൊന്നു, നമ്മുടെ കിളിയെല്ലാം തണുപ്പായതുകൊണ്ട് എല്ലാരും ഇങ്ങനെ ഇരിക്കുക. കണ്ട, ഇത് കോക്ടെയിലാട്ടോ. ഇതൊരു സൈസ് പ്രാവ്. ഈ കൊച്ച് എനിക്കടിക്കല്ലേ. ഇതൊരു സൈസ് പ്രാവാണ്. ഇതാണെങ്കിൽ സൺകുണൂർ. നല്ല ഡ്രസ്സാണ് ഇവരെ കാണാൻ. കണ്ണെന്തേ പോവാന്നോ? ഞാൻ മിണ്ടത്തില്ലേ, ഞാൻ വണ്ടിയിൽ പോവാ. തമ്പുരുവിനെ കൊണ്ടുപോകത്തില്ല ഞാന്. ഇത് ഉച്ചക്കത്തേക്കുള്ളതാണ്. എന്താ പച്ചടി, കിച്ചടി അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം. ഇഞ്ചി, നാരങ്ങ, മാങ്ങ, ചമ്മന്തിപ്പൊടി അതൊക്കെയാണ്. ഇത് എന്തായിരുന്നു? പായസം, അവിയൽ, തോരൻ, മോര്, സാമ്പാർ, പരിപ്പ്. സമയം 8 മണി ആയതേ ഉള്ളൂ. അപ്പോഴത്തേനും ഉച്ചക്കലത്തേക്കുള്ള എല്ലാ ഫുഡും റെഡിയായി. ചോറാവുന്നതേ ഉള്ളൂ. ഇത് ഉപ്പുമാവ്, രാവിലത്തേക്കുള്ള കാപ്പി. അപ്പോൾ ദാ ഇനി ഞാൻ ഈ മണി പ്ലാന്റ് എല്ലാം ഒന്ന് നടട്ടെ. കുറച്ച് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. പൊന്നമ്മ, കുഞ്ഞിനെ കൂട്ടിലിട്ടോടാ. കണ്ണ. വൈകുന്നേരമായി. അമ്മമാരെല്ലാം മിറ്റമൊക്കെ തൂത്തിട്ട് എല്ലാവരും അകത്തൊക്കെ പോയി. ഇത് കണ്ടോ? ഇത് മറ്റേ ഫ്രാഷൻ ഫ്രൂട്ടില്ലേ സംഭവം, അതാണ്. ഇപ്പം ഇല്ല, ഇപ്പം ഇതിലൊന്നുമില്ല, എല്ലാം തീർന്നു. അതിൻ്റെ ആ സീസൺ കഴിഞ്ഞു. നല്ല രസമാണ് ഇതിങ്ങനെ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നല്ല തണലുമാണ്, നല്ല തണുപ്പുമാണ്. കണ്ടോ? ഫുള്ളും പടർന്ന് ഇപ്പം താഴോട്ട് അതിങ്ങനെ വരുന്നുണ്ട്. നല്ല ഭംഗി ഇങ്ങനെ കിടക്കുന്ന കാണാൻ. പിന്നെ ഈ സൈഡിലായിട്ട് ചാച്ചൻ കുറച്ച് റോസ് വെച്ചിട്ടുണ്ട്. റെഡും വൈറ്റും ആണ്. പിന്നെ ഇതിൽ യെല്ലോ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അതിൻ്റെ പൂവില്ല. റെഡും വൈറ്റും വെച്ചിട്ടുണ്ട്. ഈ ചെടിക്ക് എന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഇവിടെ അടുക്കളത്തോട്ടം എന്നൊക്കെ പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ചെടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറവാണ്. ഇപ്പോൾ കുറച്ച് കുറ്റിക്കുരുമുളക്, യെസ്, അതുകൊണ്ട് ദാണ്ട് കറിവേപ്പില നിൽപ്പുണ്ട്. പിന്നെ ആണ്ട് ഇപ്പം ഞാൻ കാണിച്ച മറ്റേ ചെടിയില്ല, അതിൻ്റെ തന്നെ കുറച്ച് തയ്യും അവിടെ നിൽപ്പുണ്ട്. പിന്നെ അതാണ്ട് ഈ സൈഡിലായിട്ട് ഇങ്ങനെ കുറച്ച് ഇലച്ചെടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ.
നല്ല ഭംഗി. ഇതിങ്ങനെ ഒടിച്ചൊടിച്ച് വെച്ചാൽ മതി, പെട്ടെന്ന് കിളിക്കും. ഇത് അങ്ങനെ ഒടിച്ചൊടിച്ച് വെക്കും ചാച്ചൻ ഇങ്ങനെ കുറേ ആയി കഴിയുമ്പോൾ. ഇത് പിന്നെ സൺഡേ മൺഡേ എന്നാണ് ഈ ചെടിക്ക് പറയുന്നത്. ഇതിൻ്റെ പൂവ് അങ്ങനെയാണ്, എന്താ വൈറ്റും ഈ ഒരു പർപ്പിൾ കളറുമാണ്. ഇത് പിന്നെ നമ്മുടെ അമ്പഴം ഉണ്ടല്ലോ, സ്വീറ്റ് അമ്പഴം, അതാണ് കേട്ടോ ഇത് അതാണ്. എല്ലാം കഴിഞ്ഞു, ഇപ്പോൾ ദാണ്ട് അടുത്ത ട്രിപ്പ് പൂത്തോണ്ടിരിക്കുന്നു. പിന്നെ ഇതാണെങ്കിൽ നമ്മുടെ മറാക്കിൾ ഫ്രൂട്ട് ഉണ്ടല്ലോ, അതാണ്. ഇവിടെ എല്ലാം നല്ല ഫ്രാഷൻ ഫ്രൂട്ട് ഇങ്ങനെ പടർന്ന് കിടക്കുക. എന്ത് ഭംഗിയാണെന്നറിയോ ഇതിങ്ങനെ കിടക്കുന്ന കാണാൻ. പിന്നെ അതാണ്ട് ഫൗണ്ടേഷനിൽ ഇങ്ങനെ ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ചാച്ചൻ ഇത് വെച്ചിരിക്കുകയാണ്, കുറ്റിക്കുരുമുളക് വെച്ചേക്കുവാണ്. ഫുള്ളും അതാണ് കേട്ടോ. ഈ ഒരു സൈഡ് അങ്ങ് എൻഡ് വരെ അതിൽ പിടിച്ചിട്ടുണ്ട്, കണ്ടോ, നല്ലപോലെ പിടിച്ച് കിടപ്പുണ്ട്. സംഭവം ഇഷ്ടം പോലെ ഉണ്ട്. കണ്ടോ, ഇങ്ങ് വരെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് കുറേ ഈ ഇലച്ചെടികളും പിന്നെ മറ്റേ കടലാസ് പൂവില്ലേ, അതൊക്കെ വെച്ചിട്ടുണ്ട്. ഈ നിൽക്കുന്നത് പിസ്തയാണ്, അതിലൊന്നും ആയില്ല, അത് കിളിക്കുന്നതേ ഉള്ളൂ. ഇതിനും എന്തോ ഒരു പേര് പറയും, ഇതും അതാണ്. ഇതൊക്കെ എന്തോ എനിക്കറിയില്ല ഈ ചെടിയുടെ പേരൊന്നും, ഇതിൻ്റെ പേരും എനിക്കറിയില്ല. അതൊക്കെ ചാച്ചനോട് ചോദിക്കണം. ഇത് മറ്റേ നമ്മുടെ എന്താ ഗ്രാമ്പുവോ അതെന്തോ ആണിത്. ആണത്, അത് തന്നെ, നല്ല മണമുണ്ട്. പിന്നെ ആണ്ട് ഈ ഒരു പൂ നല്ല രസമായി പൂ നിൽക്കുന്നതാണ്. ഡിസംബർ ആ ഒരു ഇതൊക്കെ ആകുമ്പോഴാണ് ഇതിൽ പൂവ് ഉണ്ടാവുന്നത്. പിന്നെ അതല്ല യെല്ലോ കളർ ചെടിയില്ല, ഇപ്പോൾ കൂടുതലും ഇത് റോഡ് സൈഡിലൊക്കെ ഈ കളർ ചെടി ഇഷ്ടം പോലെ വെച്ച് വിൽക്കാനായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ ആണ്ട് നമ്മുടെ കിളിക്കുട്ടന്മാർ. പിന്നെ ഈ സൈഡിലായിട്ട് മറ്റേ എന്താ മാങ്ങായും പിന്നെ ആണ്ട് പ്ലാവും, അതിൽ നമ്മുടെ ചക്കയൊക്കെ ഉണ്ടായി. പിന്നെ ഇത് നമ്മുടെ എന്താ പൊന്നാങ്കണ്ണി ചീരയില്ലേ, കണ്ണിനൊക്കെ നല്ല ഇതായിട്ടുള്ള ഔഷധം എന്നൊക്കെ പറയില്ലേ, ഇത് നമ്മുടെ സ്റ്റാർ പുളിയാണ് കേട്ടോ. ഇതിലൊക്കെ കുറേ ഉണ്ടായിരുന്നു, ഞങ്ങൾ പിച്ചി അച്ചാറിട്ടു. ഇപ്പോൾ ഒന്നുമില്ല, ഇനി അതെല്ലാം ആയി വരണം. പിന്നെ നമ്മുടെ ഡബ്ലോളിക്ക, പേരയ്ക്ക, മുല്ല, അങ്ങനെ കുറേ ഉണ്ട്, ഇനിയുണ്ട്. ഇത് നമ്മുടെ ഓഫീസിൻ്റെ അവിടോട്ട് പോകുന്നുണ്ട്, അതായത് ഡൈനിങ് ഏരിയയിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. അവിടെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ചെടി, നിറയെ ചെടികൾ വെച്ചിട്ടുണ്ട്. യാസിന് എന്താ മാങ്ങായും. പിന്നെ ദാ ഈ ഒരു വലിയ മരം നിൽക്കുന്നത്, ഇത് ഐസ്ക്രീം ഫ്രൂട്ട് എന്നാണ് ഇതിൻ്റെ പേര്. പക്ഷെ ഇതിൽ ഇതുവരെ കായൊന്നും ആയിട്ടില്ല. പിന്നെ മാങ്ങായും പിന്നെ എന്താ ഇലച്ചെടികളും അങ്ങനെ കുറേ അധികം വെച്ചിട്ടുണ്ട്. പിന്നെ ദാണ്ട് ഇവിടെ ഹാങ്ങിങ് പോലത്തെ ചെടികളും പിന്നെ കുറേ ഇൻഡോർ പ്ലാന്റ്സും ഒക്കെ വെച്ചിട്ടുണ്ട്. പുറത്തും അത് തന്നെ. മീൻ, ഫിഷ്, ഫുള്ളൊരിതെന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് കേട്ടോ. നിറയെ ചെടികളാണ്, നോക്കിയേ, മുറ്റത്ത് എവിടെ നോക്കിയാലും ചെടികളാണ്. ഇതെല്ലാം ചാച്ചൻ്റെ പരിപാടീസാണ്, നിറയെ ചെടികളാണ്. നല്ല രസമാണ്. ഈ ചെടികളിലെല്ലാം കിളികൾ, കുഞ്ഞു കുരുവികളും ഒക്കെ വന്നിരുന്ന് രാവിലെയും വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ ഭയങ്കര ബഹളമാണ്. എന്ത് രസമാണെന്നറിയാം അത് കേൾക്കാൻ. ഹലോ, അപ്പോൾ ഞാൻ എൻ്റെ റൂം ആകെ കുളമായി കിടക്കുവാണ് ഗൈസ്, കണ്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് അടുക്കി പെറുക്കി വൃത്തിയാക്കി വെക്കണം. അപ്പോൾ ഞാൻ എന്തായാലും അതെല്ലാം ഒന്ന് ചെയ്യട്ടെ. അപ്പോൾ അതാ എനിക്ക് കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ട്, അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഇതാണ് കണ്ടോ, ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കട്ടെ. നീ ഇയാൾ അത് ചെയ്യും, ഇയാളെന്താ
ഇവിടെ ഒരുത്തനാണെങ്കിൽ മാഗി ഉണ്ടാക്കാൻ പോവാട്ടോ. ഇനി ചായ ഇരിപ്പുണ്ട്. ഇത് ഉച്ചയ്ക്ക് പപ്പടം കാച്ചിയ എണ്ണയാട്ടോ. പിന്നെ ഇത് നമ്മുടെ ഓമയ്ക്ക. അത്രയ്ക്കായോ നീ? മാഗി ഉണ്ടാക്കും. അവൻ എപ്പോ വിശക്കുന്ന അന്നേരം അവൻ വന്ന് മാഗി ഉണ്ടാക്കി തിന്നും. കളിയാക്കുന്നുണ്ടോ? അപ്പോൾ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞാൽ ഇടയ്ക്ക് ഒരു ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചു. ഒരു ഓറഞ്ച് ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിച്ചു. അത് കഴിഞ്ഞ് എനിക്കൊന്ന് വിശന്നു. അപ്പം പിന്നെ വിചാരിച്ചു ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മുട്ടയിൽ ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കി കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു. ഒരു മുട്ട എടുത്തു. അതിലോട്ട് കുറച്ച് പഞ്ചസാര, ഒരു മധുരത്തിന് വേണ്ടി ഒരു ശകലം പഞ്ചസാര ഇട്ടു. പിന്നെ ഒരു നുള്ളുപ്പിട്ടു. അത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് ഞാൻ സെറ്റാക്കുന്നുണ്ട്. കണ്ടോ, നല്ലപോലെ മിക്സാക്കി എടുക്കുന്നുണ്ട്. ആ പഞ്ചസാരയൊക്കെ അതിലൊന്ന് പിടിക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട്. എന്നിട്ട് അതിന് ശേഷം ബ്രെഡ് ഞാൻ അതിലോട്ട് തന്നെ മുക്കി പാത്രത്തിൽ വെച്ച് അങ്ങനെ മുക്കിയാണ് ഞാൻ ഇച്ചിരി നെയ്യ് പാനിലോട്ട് ഇട്ട് കൊടുത്തു. ബട്ടർ ഇല്ലായിരുന്നു. ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടറാണ് നല്ലത് കേട്ടോ. അപ്പം ബട്ടർ ഇല്ലായിരുന്നു, അതിന് പകരം ഞാൻ നെയ്യാണ് ചേർത്തത്. എന്നിട്ട് തിരിച്ചു മറിച്ച് വിട്ട് നല്ലപോലെ മൊരിച്ചെടുക്കണം. നല്ല ടേസ്റ്റാണ്. ചായയുടെയൊക്കെ കൂടെ അടിപൊളിയാണ് കഴിക്കാൻ. കുട്ടികൾക്കൊക്കെ കൊടുക്കാനേ അടിപൊളിയാണ്. അപ്പോൾ ഞാൻ അതുണ്ടാക്കുന്നുണ്ട്. ഇനി അതുണ്ടാക്കിയിട്ട് അതൊന്ന് കഴിക്കണം. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ലായിരുന്നു. കഴിച്ചില്ല. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കി കഴിക്കാമെന്ന്. നല്ല ടേസ്റ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. ഓക്കെ, അപ്പോൾ അതാ നമ്മുടെ ബ്രെഡ് ഓംലേറ്റ് ഇടയ്ക്ക് തെറ്റിപ്പോന്നു. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അനിയൻ അതിൻ്റെ ഇടയ്ക്ക് കൂടെ വന്ന് അവന് മാഗിയൊക്കെ ഉണ്ടാക്കിയല്ലോ. അപ്പോൾ അവൻ അവിടെ എല്ലാം കുളമാക്കിയിട്ടിട്ടാണ് പോയത്. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ രാവിലെ പപ്പടം വറുത്ത എണ്ണ ഇരിപ്പുണ്ടായിരുന്നു. അതൊന്ന് ബോട്ടിലോട്ട് ഒഴിച്ച് മാറ്റി വെക്കണമായിരുന്നു. അപ്പോൾ പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഒതുക്കി കഴിഞ്ഞപ്പോൾ പിന്നെയും കുറച്ച് പാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇനി ഒന്ന് കഴുകണം. അവിടെ ഗ്യാസ് ഇരിക്കുന്നതെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. ഗ്യാസ് എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി അതിൻ്റെ അതിന് പറയുന്നത് അതെല്ലാം ഒന്ന് ഊരി കഴുകാനായിട്ടിടണം. അങ്ങനെ കുറച്ച് അധികം പണിയുണ്ടായിരുന്നു. അവന് കയറിക്കഴിഞ്ഞാൽ അങ്ങനെയാണ്, അവൻ അടുക്കള കുളമാക്കിയിട്ടേ അവൻ തിരിച്ചിറങ്ങും. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഒതുക്കുന്നുണ്ട്. പിന്നെ ഗ്യാസിൻ്റെ അതെല്ലാം എടുക്കുന്നുണ്ട്. ചൂടാണെന്നും പറഞ്ഞു കേട്ടോ തുണിയൊക്കെ വെച്ചെടുക്കുന്നത്. പക്ഷേ ആ 2 ചൂടായിട്ടില്ലായിരുന്നു, ഒരെണ്ണം ചൂടായിരിക്കുള്ളായിരുന്നു. അപ്പോൾ അതെല്ലാം ഇനി ഒതുക്കണം. പിന്നെ ഗ്യാസ് എല്ലാം ഒന്ന് വൃത്തിയാക്കി അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കണം. ഇതൊക്കെയുള്ളൂ പണി. ഇതൊക്കെയാണ് വൈകുന്നേരങ്ങളിലുള്ള പണി. രാവിലെ പിന്നെ 8 മണി 8:30 9 മണി അതിനുള്ളിൽ ഉച്ചക്കലത്തേക്കുള്ള ഊണെല്ലാം റെഡിയാവും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ചാച്ചനും അമ്മയൊക്കെ കൂടിയാണ് ചെയ്യുന്നത്. പിന്നെ വൈകുന്നേരങ്ങളിലുള്ള പണി ഇതൊക്കെയുള്ളൂ. എനിക്ക് അമ്മയും ചാച്ചനും ഇല്ലായിരുന്നു, അവർ പുറത്ത് വയ്ക്കുമായിരുന്നു. അപ്പോൾ പിന്നെ അവർ വരുമ്പോഴത്തേനൊന്ന് ഒതുക്കി വെക്കാന്ന് വെച്ചാൽ. അതിൻ്റെ ഇടയ്ക്കൂടെ തമ്പുരു വരുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് തമ്പുരു തിരിഞ്ഞു നോക്കിയപ്പോൾ ക്യാമറ ഇരിക്കുന്നത്. കുഞ്ഞങ്ങ് പോയി എളുപ്പം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോ നിങ്ങളുടെ മുന്നിലെത്തും വരെ ബായ്.